ഒരു ജീവനെ ബലി കൊടുത്ത് ദൈവം എന്ന ഒരു എൻറ്റിറ്റീനെ പ്രീതിപ്പെടുത്തുന്ന ഒരുപാട് റിച്വൽസ് നമ്മുടെ ലോകമെമ്പാടും വളരെ കോമൺ ആയിട്ട് നടക്കുന്നുണ്ട്. ഇന്ന ജാതി ഇന്ന മതം എന്നല്ല, ഒട്ടുമിക്ക റിലീജിയൻസിലും ഇത്തരത്തിലുള്ള പ്രാക്ടീസസ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നൊരു ചോദ്യം എന്താ വെച്ചാൽ, ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിങ് എന്തായിരിക്കും? ഓൾമോസ്റ്റ് ഒട്ടുമിക്ക റിലീജിയൻസിലും ദൈവം എന്നുള്ള ഒരു ഫിഗർ, ഒരു ഗുഡ് ഫാക്ടർ തരുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് വേറൊരു ജീവനെ സാക്രിഫൈസ് ചെയ്തിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത്? അതും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരെ തന്നെ ബലി കൊടുക്കുന്ന ഒരുപാട് പ്രാക്ടീസസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതും റീസെന്റ് നമ്മുടെ കേരളത്തിൽ ഇതേപോലെ നരബലി പോലത്തെ സിറ്റുവേഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ റീസൺ എന്തായിരിക്കും? ഇതിന്റെ ഉത്തരം തേടിയുള്ള അന്വേഷണം എന്നെ എത്തിച്ചത് മെക്സിക്കോയിലാണ്. നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഏൻഷ്യൻ സിവിലൈസേഷൻ ആണ് മായൻ സിവിലൈസേഷൻ. അതിനെപ്പറ്റി ഞാൻ 1-2 വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഏറ്റവും വലിയൊരു സിഗ്നിഫിക്കൻസ് ആണ് വളരെ ജൈഗാന്റിക് ആയിട്ടുള്ള പിരമിഡ് സ്ട്രക്ചേഴ്സ്, അതായത് സ്റ്റെപ്പ് പോലെ ഇരിക്കുന്ന പിരമിഡ് സ്ട്രക്ചേഴ്സ്. നിങ്ങളിപ്പോ ഈ കാണുന്ന പിരമിഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ കണ്ടുവരുന്നത് ചിച്ചൻ ഇറ്റ്സ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ കണ്ടുവരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പിരമിഡിന്റെ പേരാണ് എൽ കസ്റ്റീലോ. വളരെയധികം ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പിരമിഡ് സ്ട്രക്ചർ എന്നതിനുപരി ഇതൊരു അമ്പലം കൂടിയാണ്. അതായത് കുക്കുൽഖാൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. കുക്കുൽഖാന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫെതേർഡ് സർപ്പന്റ് എന്നാണ്. അതായത് കുക്കുൽ എന്ന് പറയുന്നത് ഫെദർ, അതായത് തൂവലുള്ള, ഖാൻ എന്ന് പറയുന്നത് സർപ്പന്റ്, അതായത് പാമ്പിന്റെ ഉടലും ഒരു കിളിയുടെ തലയും വെച്ചിട്ടുള്ള ഒരു സങ്കല്പമാണ് ഇത്. ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ലോകത്ത് പല ഏൻഷ്യന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലും കണ്ടുവരുന്നുണ്ട്. ഈ ദൈവത്തെ ഒരു ക്രിയേറ്റർ ഗോഡായിട്ടാണ് അവരെല്ലാവരും സങ്കല്പിക്കുന്നത്, അതായത് ഒരു സൃഷ്ടാവായിട്ടാണ് സങ്കല്പിക്കുന്നത്. എൽ കസ്റ്റീലോ എന്ന് പറയുന്ന ഈ ഒരു പിരമിഡ് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇതിന്റെ നടുക്ക് ഒരു സ്റ്റെയർ കേസ് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ മുകളിൽ തന്നെ ഒരു അമ്പലം പോലത്തെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ഈ പിരമിഡിന്റെ സൈഡിൽ വലിയ സ്റ്റെപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റെപ്പ് പിരമിഡ് നമ്മൾ വിളിക്കുന്നത്. ഈ നടുക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റെയർ കേസിന്റെ അടിവശത്താവട്ടെ ഈ പറയുന്ന കുക്കുൽഖാന്റെ ആ ഒരു തല നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കുക്കുൽഖാൻ എന്ന് പറയുന്നത് ബേസിക്കലി കിളിയുടെ തലയിൽ പാമ്പിന്റെ ബോഡിയാണ് ഉള്ളത്. പക്ഷെ ശരിക്കും കുക്കുൽഖാന്റെ ഫുൾ രൂപം അവിടെ തന്നെ ഉണ്ട്, അതായത് പാമ്പിന്റെ ബോഡി അവിടെ ഉണ്ട്. അതെങ്ങനെ കാണാൻ പറ്റുന്നുള്ളത് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. 2006 റിലീസ് ചെയ്ത അപ്പോക്കലിപ്റ്റോ എന്ന് പറഞ്ഞ ഫിലിം ശരിക്കും ഈ ഒരു സ്ഥലത്തേക്ക് ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് കുക്കുൽഖാൻ എന്ന് പറയുന്ന ഈ ഗോഡ്ലി ബീയിങ്ങിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹ്യൂമൻ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സെന്ററും കൂടിയാണ് ശരിക്കും നമ്മുടെ ഈ ഒരു സ്ഥലം. അതായത് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഹ്യൂമൻസിന്റെ ഹാർട്ട് എടുത്ത് ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരുപാട് റിച്വൽസ് ആണ് ആ കാലത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ആ ഫിലിമിൽ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ റിച്വലിനെ പറ്റി ഞാൻ അധികം ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, പക്ഷെ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള റിച്വൽസ് നമ്മുടെ ലോകത്ത് പലയിടത്തും നടന്നതായിട്ടുള്ള രേഖകളുണ്ട്. അതായത് ഇപ്പൊ ഇന്ത്യയിലാവട്ടെ, ചൈനയിലാവട്ടെ, ജപ്പാനിലാവട്ടെ, പല സ്ഥലത്തും ഇതേപോലെ വളരെ സിമിലർ ആയിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ ലോകമെമ്പാടും കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള റിച്വൽസിന്റെ ഒരു ശൈലി, അതായത് ഇപ്പൊ ഹാർട്ട് ഊരിയെടുക്കുന്നു, തല വെട്ടിയെടുക്കുന്നു, ബ്ലഡ് ഷെഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ശരിക്കും അനലൈസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഒരുപാട് കഥകൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, അതായത് നൈറ്റ് ഓഫ് ദി UFO എന്നായിരുന്നു ശരിക്കും ആ വീഡിയോയുടെ ഒരു പേര്. ആ ഒരു വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് അവിടെ വെച്ച് നടന്ന ഇൻസിഡന്റ് ഞാൻ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രസീലിയൻ ഗവൺമെന്റ് പോലും പബ്ലിക്കിൽ അഡ്മിറ്റ് ചെയ്ത കേസും കൂടിയാണ്. മാത്രമല്ല ഈ കേസിന്റെ പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്നത് മിലിറ്ററി, എയർഫോഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഇതിന്റെ ആദ്യത്തെ ഇൻസിഡന്റ് സംഭവിക്കുന്നത് 1986 അതായത് ഈ പറയുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള 3 റെഡ് കളർ ലൈറ്റ് ഇങ്ങനെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ആ ഒരു രാത്രി തന്നെ ഒരുപാട് ഫാർമേഴ്സ് അവരുടെ പശുക്കൾ ഇങ്ങനെ മരിച്ചു വീണായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ ബോഡിയൊക്കെ എക്സാമിൻ ചെയ്ത് നോക്കിയപ്പോൾ ഇതുപോലെ ഇവരുടെ ശരീരത്തിൽ ഒരുപാട് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരുപാട് ഓട്ടകൾ കണ്ടതായിട്ട് അവർ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഈ പശുക്കളുടെ ശരീരത്തിന്റെ അകത്ത് യാതൊരു രീതിയിലുള്ള ഇന്റേണൽ ഓർഗൻസ് കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒട്ടും തന്നെ ബ്ലഡും ഇവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലതായിട്ടാണ് പറയുന്നത്. ഏകദേശം അതേ സിറ്റുവേഷൻ തന്നെയാണ് 1988 ഒരു മനുഷ്യന് സംഭവിച്ചത്. അതായത് ഈ പറയുന്ന പോലെ ഇവിടെ 2 ഓട്ടയുണ്ടായിരുന്നു, ഇവിടെ ഓട്ടയുണ്ടായിരുന്നു. അപ്പൊ ഈ ഓട്ടകളിൽ കൂടെയാണ് ഈ പറയുന്ന ഇന്റേണൽ ഓർഗൻസ് ഒക്കെ കംപ്ലീറ്റ്ലി സക്ക് ഔട്ട് ചെയ്തതായിട്ടാണ് പറയുന്നത്. അതുമാത്രമല്ല മുഖത്തിന്റെ പകുതിയും ശരിക്കും ഉണ്ടായിരുന്നില്ല. വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും അന്ന് ആ ഒരു വ്യക്തിക്ക് സംഭവിച്ചത്. അതുമാത്രമല്ല ബ്രസീൽ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലത്തെ തന്നെ ഏറ്റവും കൂടുതൽ UFO സൈറ്റിങ്സ് കണ്ടുവരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ബ്രസീലിൽ നടന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, നമ്മുടെ ലോകത്ത് പലയിടത്തും ഇതേപോലെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കണ്ടതായിട്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട്, അത് ചെറിയ ഗ്രാമങ്ങളിലും ആയിക്കോട്ടെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടന്നതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരുപാട് കഥകളും ഉണ്ട്. അതിൽ തന്നെ വെൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് ശരിക്കും ബ്രസീലിൽ വെച്ച് നടന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മൈൻസ് എന്ന് പറഞ്ഞ ഒരു സിവിലൈസേഷൻ ഒന്നും ഫോം ചെയ്തിട്ടില്ല. ഒരു കൂട്ടായ്മ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് എന്തോ ഒരു സംഭവം ആകാശത്തു നിന്ന് വരുന്നതും
അവരെല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുക തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അതായത് മോഡേൺ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഏലിയൻ അബ്ഡക്ഷൻ എന്നൊക്കെ പറയും. ഈ പറയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീങ്സ് ഈ മനുഷ്യരെല്ലാവരും നോക്കി നിൽക്കുക തന്നെ ഈ വ്യക്തിയുടെ ശരീരത്തിന്റെ അകത്തുള്ള ഓർഗൻസ് എല്ലാം ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഹാർട്ട് എടുത്തിട്ടുണ്ടാവും, ബ്ലഡ് എടുത്തിട്ടുണ്ടാവും, അങ്ങനെ പല സംഭവങ്ങളും ഇവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ ചെയ്തിട്ടുണ്ടാവും. ഇവരേലും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബീങ്, അതായത് പറക്കാൻ കഴിയുന്നതും ഇവരെ കൊണ്ട് പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ബീങ് ഈ പറയുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇവന്റ് അവർ നടത്തിയത്. അവർക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവർ ചിലപ്പോൾ അവിടെ നിന്ന് പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇതിപ്പോ എന്റെ ഒരു തിയറി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ അവരെല്ലാവരും കാണുകയും അതിങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അവർ ഇതിനെ ദൈവമായിട്ട് കാണുകയും ദൈവമാണ് ഇത്തരത്തിലുള്ള റിച്വൽ അവരുടെ കൺമുന്നിൽ വെച്ച് ചെയ്തതെന്നുള്ള ഒരു തിങ്കിങ് പ്രോസസ് അവരുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നു. അതായത് ഞാനിപ്പോ ഈ പറയുന്നത് 1-2 വർഷം ഒന്നും കഴിഞ്ഞിട്ടല്ല, ഒരു 100-200 വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആ ഒരു കഥ അവർ കണ്ട ആ ഒരു സംഭവം ഇങ്ങനെ വെർബലി ഇങ്ങനെ പോയി ഒരു ദൈവമായിട്ട് മാറി അവരിങ്ങനെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ സംഭവിച്ചത്. അതായത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ ദൈവം പ്രീതിപ്പെടും എന്നുള്ള ഒരു വിശ്വാസം അവരിൽ എല്ലാവരുടെ മനസ്സിലേക്ക് ഇൻഡ്യൂസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ചിലപ്പോൾ ഇതേപോലുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലോകത്ത് പലയിടത്തും നടന്നിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ലോകത്ത് പലയിടത്തും ഇതേപോലുള്ള റിച്വൽസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതും എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള റിച്വൽ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുമാത്രമല്ല, ഇത്തരം പവർഫുൾ ആയിട്ടുള്ള ഒരു ബീങ്, അതായത് നമ്മളെ ശക്തരായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരു ബീങ് ആ കാലത്ത് വളരെ നൊമാഡിക് ആയിട്ട് ജീവിക്കുന്ന മനുഷ്യർ ഇത്തരത്തിലുള്ള ഇവന്റ്സ് ഒക്കെ കാണുമ്പോൾ എന്തായാലും അവരെ ആരാധിക്കും, എന്തായാലും അവരെ ദൈവത്തെ പോലെ കാണും. ഓട്ടെ, ആ കാലം വിട്. ഇപ്പൊ 2025 ആയിട്ട് പോലും അവരുടെ കൈവശമുള്ള ടെക്നോളജി നമുക്ക് എന്താണെന്ന് അറിയില്ല. നമ്മുടെ കൺവെട്ടത്ത് ഇതൊക്കെ പറന്ന് നടന്നിട്ട് പോലും അത് എന്താണെന്ന് അറിയാനുള്ള സംഭവങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ പോലും നമുക്കത് അറിയാൻ പറ്റുന്നില്ല. അതായത് ഇവരുടെ കയ്യിലുള്ള ടെക്നോളജി എന്താണെന്ന് അറിയില്ല, ഒന്നും തന്നെ നമുക്കിപ്പോ കറക്റ്റ് അറിയില്ല. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ആ കാലത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ പറയുന്ന വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള എൽ കാസ്റ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവർ ആരാധിക്കുന്ന കുക്കുൽക്കാന്റെ തലയാണ് നമുക്ക് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസിന്റെ അടിയിൽ കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല, ഈ പിരമിഡിന്റെ ഏറ്റവും ടോപ്പിൽ ഒരു അമ്പലം പോലത്തെ ഒരു വീട് പോലത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ വീടെന്ന് ഞാൻ എന്റെ ഒരു ഭാവനയിൽ പറഞ്ഞതാണ്. പക്ഷെ കുക്കുൽക്കാന്റെ തല മാത്രമല്ലാണ്ട് പാമ്പിന്റെ ഒരു ശരീരം കൂടി നമുക്ക് കാണണമെങ്കിൽ എല്ലാ വർഷവും മാർച്ച് 21 നമ്മൾ അവിടെ പോയി നോക്കിയാൽ മതി. ഈ ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമുക്ക് ഈ പിരമിഡിന്റെ സൈഡിലൂടെ ഒരു ഷാഡോ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റെയർ കേസ് ഇല്ലേ, ആ സ്റ്റെയർ കേസിന്റെ സൈഡിലത്തെ ഒരു ഭിത്തി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. ആ ഭിത്തിയുടെ സൈഡിലേക്ക് ഒരു ഷാഡോ കാസ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ ഷാഡോ വരാനുള്ള കാരണം ഈ പിരമിഡിന്റെ ഷേപ്പ് സ്റ്റെപ്പ് പോലെ, അതായത് വലിയ സ്റ്റെപ്പ് പോലെ ആയതുകൊണ്ടാണ്. ഈ ഷാഡോ കാസ്റ്റ് ചെയ്യുന്നത് ഈ സ്റ്റെപ്പ് പിരമിഡിന്റെ സൈഡിൽ കൂടെ ആയതുകൊണ്ട് തന്നെ ഒരു വേവ് പോലത്തെ ഒരു ഷാഡോ ആണ് ശരിക്കും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഒരു പാമ്പിന്റെ ശരീരം പോലത്തെ ഒരു ഷാഡോ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ എന്നെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, ഈ ഒരു ദിവസം അതായത് മാർച്ച് 21 സൂര്യൻ മുകളിലേക്ക് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നതോറും ഈ പറയുന്ന ഷാഡോ താഴത്തേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കുക്കുൽക്കാ എന്ന് പറയുന്ന ഫെതേർഡ് സർപ്പന്റ് എന്ന് പറഞ്ഞ ആ ഒരു രൂപം താഴത്തേക്ക് വരുന്നത്, അതായത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ടാണ് ശരിക്കും ഈ ഒരു സങ്കല്പം, ഈ ഒരു പിരമിഡ് ശരിക്കും കാണിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും വലിയ ജൈഗാന്റിക് ആയിട്ടുള്ള ഒരു പിരമിഡ് സ്ട്രക്ചറിലൂടെ അവരൊരു മെസ്സേജ് നമ്മളോട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് കുക്കുൽക്കാ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈൻ എൻറ്റിറ്റി ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു സംഭവമാണ് ശരിക്കും ഇവരുടെ ഒരു പിരമിഡിലൂടെ ഈ ലൈറ്റിന്റെ ആ ഒരു സയൻസിലൂടെ നമ്മളോട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ എല്ലാ വർഷവും സെപ്റ്റംബർ 21 ആവുമ്പോൾ ഈ പറയുന്ന ഷാഡോ നേരെ മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് കുക്കുൽക്കാ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം സ്പേസിലേക്ക്, അതായത് ആകാശത്തേക്ക് പോകുന്നതായിട്ടാണ്. ഇവിടെ 21 എന്ന് പറഞ്ഞ ഡേറ്റും പെർഫെക്റ്റ്ലി മാച്ച് ചെയ്യുന്നുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എക്സ്ട്രാ ടെറസ്ട്രിയൽസ് നമ്മുടെ ഭൂമിയിലേക്ക് വന്നതായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം ഈ പറയുന്ന ഇവരുടെ മെഗാ സ്ട്രക്ചേഴ്സിലൂടെ ഫ്യൂച്ചർ ജനറേഷൻസിനോടും കൺവേ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവരുടെ ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സിലൂടെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം എൻകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലോകമെമ്പാടും കണ്ടുവരുന്ന റിലീജിയൻസിൽ കണ്ടുവരുന്ന ആ ഒരു റിച്വൽ ആണ് ശരിക്കും സാക്രിഫൈസ് ചെയ്യാന്നുള്ളത്. ഇത് ജസ്റ്റ് ഒരു റിലീജിയസ് റിച്വൽ ആണെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ അത് നമുക്ക് വേറെ ഒന്നും തോന്നില്ല. പക്ഷേ ഇതിന്റെ സ്റ്റാർട്ടിങ് എന്തായിരിക്കും, എന്തുകൊണ്ടാണ് ശരിക്കും ഇവരിത് ചെയ്യുന്നതെന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പല ഉത്തരങ്ങളും പല റിലീജിയൻസിനും ഉണ്ടായിരിക്കാം. പക്ഷെ
അതിനൊക്കെ സ്റ്റാർട്ടിങ് ഈ പറയുന്ന മയൻ സിവിലൈസേഷൻ ആണെങ്കിൽ ഒരു 1000, 1200, 1300 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന പിരമിഡ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചത്. ഇത്തരത്തിലുള്ള ജൈഗാനിക് സ്ട്രക്ചേഴ്സ് ഇത്രയും പ്രിസിഷനോടെയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻകോഡ് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള പ്ലാനിങ് വേണം, സമയവും വേണം. അപ്പോ എങ്ങനെ പോയാലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അവരുടെ സമൂഹത്തിൽ നടന്ന സംഭവമായിരിക്കാം. ഏൻഷ്യൻ ആസ്ട്രോണോട്ട് തിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഒരു ഒബ്സർവേഷൻ ആണ് ശരിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് തന്നെ അന്ന് അറിയിക്കാൻ ശ്രമിക്കുക. കമന്റ് ബോക്സിലൂടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കുക. എന്റെ കൈവശം ഒരുപാട് ഒബ്സർവേഷൻസ് ഉണ്ട്, പക്ഷെ എല്ലാം എനിക്കൊരു വീഡിയോയിൽ പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പയ്യെ ഓരോ വീഡിയോസിലും കാണാം.